ഹലോ, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ലേശം മതി. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം. മൈദ എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ അളവിന് നമ്മൾ മൈദ എടുത്താൽ മതി. ആയാൽ ടേസ്റ്റ് പോകും. ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് മൈദ എടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കടലപ്പൊടിയാണ് ഇടുന്നത്. കടലപ്പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ അതിലേക്ക് പഞ്ചസാരയാണ് ഇടുന്നത്. ചിലർ മധുരത്തിന് ബെല്ലം ഇടാറുണ്ട്, പക്ഷേ അതിനേക്കാളും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ഇട്ട് നോക്ക്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള സോഡാപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇടുമ്പോൾ ഓവറാവരുത്, എന്നാൽ കമ്മിയാവും ചെയ്യരുത്. പിന്നെ നമുക്ക് പഴം നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. പഴം അരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ തൊലി ഉള്ളപ്പോൾ തന്നെ നമ്മൾ പഴം അരിഞ്ഞ് വെക്കണം. പിന്നെ നമുക്കിതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിക്കരുത്, തണുത്ത വെള്ളം തന്നെ. അത് വെച്ച് ഫ്രിഡ്ജിലുള്ള വെള്ളമല്ല, തണുത്ത വെള്ളം ഉപയോഗിക്കുക. ഇനി നന്നായി മിക്സ് ചെയ്താൽ ഈ കൺസിസ്റ്റൻസി വരണം. നമുക്ക് എങ്കിൽ മാത്രമേ ഉള്ളൂ പഴംപൊരിയിൽ മാവ് പിടിക്കുള്ളൂ. പിന്നെ നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിട്ട് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. എങ്ങനെ നോക്കിയാലും ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് നല്ല ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ ഗ്യാസുമ്മ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ഹൈയിൽ തന്നെ കത്തിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പഴംപൊരിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതൊന്ന് നമ്മൾ വേറെ എടുത്തി കൊടുക്കുക. എന്നിട്ട് മതി നമുക്ക് മറിച്ചിടുമ്പോൾ അത്യാവശ്യം ആയതിനു ശേഷം മാത്രം മറിച്ചിട്ടാൽ മതി. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മറിച്ചിട്ട് കൊണ്ടേയിരിക്കും. അങ്ങനെ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഒരു ഭാഗം നന്നായി ആയതിനു ശേഷം മാത്രം അടുത്ത ഭാഗം മറിച്ചിട്ടാൽ മതി. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. കണ്ടില്ലേ, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ആദ്യം ചെയ്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക.
നമുക്കിതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അതിനാണ് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര ചേർത്താൽ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി പൊങ്ങി വരുമെന്നാണ് തോന്നുന്നത്. വെല്ലം എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അധികം ഉണ്ടാക്കുമ്പോഴും പഞ്ചസാര തന്നെയാണ് ചേർക്കാറുള്ളത്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഓവറായി പഞ്ചസാര ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. മധുരം ഇല്ലാത്ത പഴമാണെങ്കിൽ 2 സ്പൂണൊക്കെ പഞ്ചസാര ചേർക്കണം. അങ്ങനെ 2-3 തവണയായി നമ്മുടെ പഴംപൊരി ഇവിടെ ഓൾമോസ്റ്റ് കഴിയാറായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. മസ്റ്റായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരാം. താങ്ക് യു.